ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, സംയുക്ത സമരസമിതിയുടെ കൺവീനർ സിറിയക് വർഗീസ്, സമരസമിതിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള കൺവീനർമാരെ, 8ാം വാർഡിലെ നമ്മുടെ സ്ഥാനാർത്ഥി ലില്ലിക്കുട്ടി ജേക്കബ്, നമ്മുടെ സംയുക്ത സമരസമിതിയുടെയും ജനകീയ മുന്നണിയുടെയും സന്നദ്ധ പ്രവർത്തകരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്കിന്ന് ജനകീയ മുന്നണി എന്ന സംവിധാനം മുട്ടുചിറയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്താണ് ജനകീയ മുന്നണി, ജനകീയ മുന്നണിയുടെ പ്രസക്തി എന്താണ്, ജനകീയ മുന്നണി അതിന്റെ രാഷ്ട്രീയ നിലപാടെന്താണ്, നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളോടും നാടിന്റെ നന്മയ്ക്കുതകുന്ന പ്രവൃത്തികളോടുമുള്ള ജനകീയ മുന്നണിയുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് എന്റെ ഉദ്ദേശം. ജനകീയ മുന്നണി എന്നാൽ ജനങ്ങളുടെ മുന്നണിയാണ് എന്ന് ആമുഖമായി പറയട്ടെ. അത് നമ്മൾക്ക് യോജിക്കാവുന്ന ആളുകൾ യോജിക്കുന്ന വ്യക്തികളും സംഘടനകളും ചേർന്ന ഒരു രാഷ്ട്രീയേതര സംവിധാനമാണ് ജനകീയ മുന്നണി. ജനകീയ മുന്നണിക്ക് അതിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് നിശ്ചയമായും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതെന്താണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് നമ്മുടെ നിശ്ചിതമായ ആവശ്യമാണ്. നമുക്കറിയാം, ഇവിടെ ചെറുതും വലുതുമായ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയിണക്കുന്ന, കൂട്ടിക്കെട്ടിയ രാഷ്ട്രീയ മുന്നണി സംവിധാനമുണ്ട്. അത് ഐക്യ ജനാധിപത്യ മുന്നണി എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നും അറിയപ്പെടുമ്പോൾ നമ്മൾ ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ജനകീയ മുന്നണി എന്നറിയപ്പെടുന്നു. നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായ ബോധ്യമുള്ള, 8ലും 9ലും മാത്രമല്ല ഈ പ്രദേശത്താകെ മുട്ടുചിറയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നമുക്ക് സന്നദ്ധ പ്രവർത്തകരുണ്ട്. ആ സന്നദ്ധ പ്രവർത്തകർ ഇന്ന് ഇവിടെ ഒന്നിച്ചുകൂടുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഉദ്ദേശവും പൊതുജന സമക്ഷം അറിയിക്കുക, പ്രഖ്യാപിക്കുക എന്ന എന്റെ ചുമതലയിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കലഹമില്ലാത്തവരാണ്. നമ്മളൊക്കെ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുകയും രാഷ്ട്രീയ ബോധ്യങ്ങളും ഉള്ളവരാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാകുന്നിടത്തോളം കാലം ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമുക്കുണ്ട് നമ്മുടേതായ രാഷ്ട്രീയം. എന്നാൽ നമ്മുടെ ഇത്തരം രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഈ നാടിന്റെ നന്മയെ ലക്ഷ്യമാക്കി നമ്മൾ ഒന്നിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 23-24 വർഷങ്ങളായി നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ലാറ്റക്സ് ഫാക്ടറി, ഇത് പ്രദേശത്തെ ആളുകളുടെ സാമാന്യ ജീവിതത്തെ സാരമായി ബാധിച്ചപ്പോൾ, എന്നുവെച്ചാൽ ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ 25ലധികം കിണറുകൾ ഒരു തരത്തിലും മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം മലിനപ്പെടുകയും നമ്മളെല്ലാവരും വെള്ളത്തിനായി ആശ്രയിക്കുന്ന നമ്മുടെ ഞായിപ്പള്ളി തോട് പൂർണ്ണമായും മാലിന്യം നിറഞ്ഞ് നമുക്ക് ഉപയോഗയോഗ്യമല്ലാതാവുകയും ചെയ്തപ്പോ, അത് വർഷങ്ങൾ നീണ്ടപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ഈ നാടിന്റെ രാഷ്ട്രീയ പ്രക്രിയകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ നമ്മുടെ പഞ്ചായത്ത് ഭരിക്കുന്ന മുന്നണി സംവിധാനങ്ങളോ
ഇവിടുത്തെ ജനപ്രതിനിധികളോ അതിലേക്ക് ഇറങ്ങി വരാതെ വന്നപ്പോൾ നമ്മൾ അളമുട്ടി പുറത്തു ചാടി, നമ്മൾ സംഘടിച്ചു. അതിന് രാഷ്ട്രീയമില്ല, അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല. നമ്മളുടെ അന്നത്തെ സാഹചര്യം, മലീമസമായ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മോചനം വേണം എന്ന ഉദ്ദേശത്തിൽ നമ്മളെ സഹായിക്കാൻ നമ്മൾ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മൾ അധികാരത്തിലേറ്റിയ രാഷ്ട്രീയ മുന്നണികളും തയ്യാറാകാതെ വന്നപ്പോൾ നമ്മൾ സംഘടിച്ചു. ആ സംഘടന ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചു. മുട്ടിച്ചിറയുടെയും കടുത്തുരുത്തിയുടെയും ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അതുകൂടാതെ ഈ ഫാക്ടറിയുടെ പ്രവർത്തനവുമായി കൃത്യമായ വ്യക്തമായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്ത് കോടതികളിലേക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും നമ്മൾ പരാതികളുമായി പോയി. ആ പരാതികളും നമ്മുടെ സമര പരിപാടികളും എല്ലാം ഉൾക്കൊണ്ടപ്പോൾ നന്മ നിറഞ്ഞ മനുഷ്യരാണ് അധികാരികൾ. അവർ നമുക്കൊപ്പം ചിന്തിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയെയും മക്കളെയും എല്ലാം കരുതി നോക്കിയപ്പോൾ അങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്ന, പരിസര മലിനീകരണത്താൽ അവശത പൂണ്ടു നിൽക്കുന്ന ആളുകളോട് നമ്മുടെ അധികാരി വർഗം കനിഞ്ഞു. ആ ഫാക്ടറി അടച്ചുപൂട്ടി. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, മുന്നണി സംവിധാനങ്ങൾ ചോദിക്കുന്നു, മണം പോയി, പിന്നെ നിങ്ങൾക്ക് പിരിഞ്ഞു പോയിക്കൂടെ? നിങ്ങളുടെ പണി കഴിഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇലക്ഷന് മത്സരിക്കുന്നത്? മണമായിരുന്നില്ലേ പ്രശ്നം? മണം പോയാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രസക്തി? അവിടെയാണ് ജനകീയ മുന്നണി ജനിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഫാക്ടറി സമരം നമുക്ക് ഒത്തുചേരാനുള്ള ഒരു വേദി ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. മണം പോയാലും രാഷ്ട്രീയത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതരായി കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകളും ഭാരതീയ ജനതാ പാർട്ടിയിൽപ്പെട്ടവരും വിവിധ രാഷ്ട്രീയ മുന്നണി സംവിധാനങ്ങളിലുള്ളവരും ഒന്നിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് പിടികിട്ടി, നമ്മൾ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ വ്യത്യസ്ത പാർട്ടികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിന്റെ ന്യായമായ ചില കാര്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജനകീയ മുന്നണിയുടെ ജനനം. നമ്മൾ ഒന്നിച്ചപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായ വ്യത്യസ്തതകൾ കൊണ്ട് തടവറകൾ തീർത്ത് നമ്മൾ ആ തടവറകളിൽ ഒതുങ്ങിക്കൂടിയാൽ പോരാ. ആ തടവറകൾ തകർത്ത് നമ്മൾ ഒന്നിച്ച് നമ്മുടെ നാടിന് വേണ്ടി ഒന്നിക്കണം. അതാണ് പഞ്ചായത്ത് ഇലക്ഷന്റെ ലക്ഷ്യം. അങ്ങനെ ചിന്തിച്ചപ്പോൾ നമുക്ക് പിടികിട്ടി, ഈ 8-9 വാർഡുകളിൽ ന്യായപൂർണമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നമ്മുടെ ഈ സംഘബലത്തിന് സാധിക്കും, നമ്മുടെ ഈ സംഘശക്തിക്ക് സാധിക്കും. അതിന് തൽക്കാലം നമുക്ക് രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങൾ മാറി ചിന്തിക്കാം എന്നാലോചിച്ചപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കും. നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അവരെ ബോധ്യപ്പെടുത്തി എങ്ങനെ നമ്മൾ സമരം സംഘടിപ്പിച്ചോ അതുപോലെ ശക്തമായി, സമരമുഖത്ത് നമ്മൾ എങ്ങനെ നിന്നോ അതുപോലെ ഒരു സമരമായി ഇതിനെ കണ്ട് വാശിയോടെ പ്രവർത്തിച്ച് ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിക്കാം എന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് ജനകീയ മുന്നണിയുടെ ജനനവും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചതും. അതുകൊണ്ട് പറയട്ടെ സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും ഇവിടെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല. നമ്മൾ അവരെ ആരെയും ആക്ഷേപിക്കുന്നില്ല, മുന്നണി സംവിധാനങ്ങളെയും നമ്മൾ ആക്ഷേപിക്കുന്നില്ല. നമുക്കൊരു ചെറിയ ഇടം, ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന, നാടിന്റെ നന്മയ്ക്കായി നേരിലുള്ളൊരു കൂട്ടായ്മ സൃഷ്ടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും നമ്മുടെ രാഷ്ട്രീയവും നമ്മൾ മാറ്റിവെക്കുന്നില്ല. അത് നമുക്ക് സാഹചര്യാനുസരണം ഉൾക്കൊള്ളാം. പക്ഷേ പഞ്ചായത്ത് തലം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് ഒരു മാതൃകയാവാം. അതിന് നമുക്ക് പിൻബലം സംഘബലമാണ്, ആളുകളുടെ ശക്തിയാണ്. നമുക്ക് 8-9 വാർഡുകളിൽ
6ഓളം കൂട്ടായ്മകളുണ്ട്, ശക്തമായ 6 കമ്മിറ്റികളുണ്ട്, 250ഓളം സന്നദ്ധ പ്രവർത്തകർ നമുക്കുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിലായി 40ഉം 50ഉം ആളുകൾ ചേർന്ന് പ്രചരണം നടത്തിയപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമ്മൾ ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. സംയുക്ത സമരസമിതി ഇലക്ഷന് നേരിടുമ്പോൾ സംയുക്ത സമരസമിതിയോടൊപ്പം നിന്നിരുന്ന മുഴുവൻ ആളുകളും നമുക്കൊപ്പമുണ്ട്. ഏതാനും ചില ആളുകൾ അവരുടെ രാഷ്ട്രീയമായ താല്പര്യപ്രകാരം ചില മുന്നണികളിലേക്കും പാർട്ടികളിലേക്കും തിരിച്ചു പോയെങ്കിൽ അത് നമ്മൾ അവരോട് സഹാനുഭൂതിയോടുകൂടി തന്നെയാണ് അവരെ കാണുന്നത്. അവർക്ക് രാഷ്ട്രീയമാണ് മുഖ്യം, നമുക്ക് നാടിന്റെ നന്മയാണ് മുഖ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ഷന് മത്സരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുട്ടിച്ചിറയുടെ ചരിത്രം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, രാഷ്ട്രീയപരമായി ഇന്ന് കടുത്തുരുത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ ചെങ്കൊടി പാറിക്കളിക്കുന്നുണ്ടെങ്കിൽ ആ ചെങ്കൊടി പാറിക്കളിക്കാൻ അതിന് ആദ്യമായി വിത്തുപാകിയത് മുട്ടിച്ചിറയുടെ മണ്ണിലാണ്. ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ ഈ നാട്ടിൽ നിന്നുള്ള സൂചി തൊമ്മൻ, കൈത്തോട്ടെങ്കിൽ അവരാച്ചൻ, KK ജോസഫ്, സഖാവ് കുഴിവേലിൽ പാപ്പൻ, കല്ലക്കടമ്പിൽ അപ്പച്ചൻ, കൈലാപ്പറമ്പിൽ പാപ്പൻ എന്നറിയപ്പെടുന്ന MC കുര്യാക്കോസ്, മടത്തിക്കുന്നേൽ കുഞ്ഞാണ്ടി, കരോടൻ ആന്റണി തുടങ്ങിയ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ചേർന്നുണ്ടാക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും കടുത്തുരുത്തിയുടെ മണ്ണിൽ അങ്ങിങ്ങത്തെ നിലകൊള്ളുന്നത്. അതിന് ജന്മം നൽകിയ നാടാണ് മുട്ടിച്ചിറ. ചിന്തകൾ കൊണ്ട് എന്നും ഹൃദയപക്ഷത്ത് നിന്നിട്ടുള്ള നാടാണ് മുട്ടിച്ചിറ. കൈലാമ്പറമ്പിൽ പാപ്പൻ എന്ന MC കുര്യാക്കോസ് ഇവിടെ നിന്ന് വിറ്റ് കണ്ണൂർക്ക് പോയപ്പോ കണ്ണൂരിലെ ശക്തമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഉയർന്ന് ഇന്ന് കേരളം ഭരിക്കുന്ന പല മന്ത്രിമാർക്കും AKG സെന്ററിലെ പാർട്ടി തീരുമാനമെടുക്കുന്ന പല നേതാക്കൾക്കും ഗുരുസ്ഥാനീയനായി വളർന്ന അദ്ദേഹവും ഈ നാട്ടിലെ നമ്മൾ നടക്കുന്ന അതേ വഴികളിലൂടെ നടന്നയാളാണ്. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുക, എല്ലാ കാലത്തും കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കടുത്തുരുത്തിയിൽ നേതൃത്വം കൊടുത്ത PJ ജോർജ് പണ്ടാരക്കാപ്പിൽ ഈ വാർഡിൽ നിന്നുള്ള ആളാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള O ലൂക്കോസും PM മാത്യുവും MLA-മാരായി കടുത്തുരുത്തിയുടെ രാഷ്ട്രീയത്തെ നയിച്ചപ്പോഴും നിയന്ത്രിച്ചപ്പോഴും നമ്മുടെ നാടിന്റെ പ്രാമുഖ്യമാണ് വെളിയിൽ വന്നത്. നമ്മൾ ഓർക്കുക, നമ്മുടെ മത കാര്യങ്ങളിൽ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും ആരാധ്യനായ ജ്വലിക്കുന്ന പറമ്പിൽ ചാണ്ടി മെത്രാനും റവർ ഡോക്ടർ പീറ്റൻ സെലസ്റ്റിനും ഇളമ്പാശ്ശേരിയും ജന്മം കൊടുത്ത നാടാണിത്. നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി ഓർക്കാവുന്ന ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ആദർശ ശുദ്ധിയുടെ മാർ ജേക്കബ് മുരിക്കിന് ജന്മം നൽകിയ നാടാണിത്. അൽഫോൻസാമയ്ക്ക് ജന്മം നൽകിയ അൽഫോൻസാമയ്ക്ക് ആതിഥ്യമരളിയ നാടാണ് മുട്ടിച്ചിറ. അങ്ങനെ വൈവിധ്യപൂർണമായ നിലയിൽ എന്നും മുട്ടിച്ചിറയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. മുട്ടിച്ചിറയുടെ ആ സ്വത്വബോധം അതിന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ നിലപാടെടുത്തുകൊണ്ട് പുതുതായി ജനകീയ മുന്നണി ഇവിടെ ജനിക്കുന്നത്. ജനകീയ മുന്നണിയുടെ ആളുകൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയക്കാരെ ആക്ഷേപിക്കാത്തവരും ആരോടും കലഹിക്കാത്തവരും എന്നാൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുന്നേറ്റം ഈ നാടിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്. ഈ മുന്നേറ്റം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ കൂട്ടായ്മയാണ്. ഈ മുന്നേറ്റം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വ്യതിരക്തമായ ഒരു പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കമാണ്. ഈ പ്രസ്ഥാനം ജനകീയ മുന്നണി ഇന്ന് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ പ്രകടന പത്രികയാണ്. ഓർക്കുക, നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രികയിലെ ഏറ്റവും ആദ്യത്തെ ഐറ്റം ഒരു നിർമ്മാൺ സേനയെ നമ്മൾ നിർമ്മിക്കും. അത് ഈ നാട്ടിലെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളായ നമ്മുടെ സഹോദരീ സഹോദരങ്ങളെയും
അന്യസംസ്ഥാന തൊഴിലാളികളെയും കൂട്ടി ഇണക്കി നമ്മൾ ഉണ്ടാക്കുന്ന നിർമ്മാൺ സേന നമ്മുടെ 8ഉം 9ഉം വാർഡുകളിൽ മാത്രമല്ല ഈ പ്രദേശത്താകെ കാട് പിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും കൃഷിയോഗ്യമല്ലാതെ കിടക്കുന്ന കൃഷിഭൂമികളും കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ജോലികൾ ചെയ്യും. നമ്മളോടൊപ്പം പണികൾക്ക് വരുന്ന നമ്മുടെ തൊഴിലാളികൾക്ക് നമ്മൾ ന്യായമായ കൂലി ഉറപ്പ് നൽകുന്നതിനൊപ്പം അവരുടെ ഇൻഷുറൻസ് പരിഗണനയും അതോടൊപ്പം ഓവർ ടൈം ജോലി സാധ്യതകളും ഉൾപ്പെടെ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ നമ്മൾ ഈ നാടിന്റെ നന്മയെ കരുതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിർമ്മാൺ സേന അത് നമുക്ക് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കുള്ള പോലെ ഒരു സംഘബലം, നമുക്കുള്ള പോലെ ഒരു കൂട്ടായ്മ, നമുക്കുള്ള പോലെ ഒരു ശുദ്ധമായ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നേരിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള നേരുള്ളൊരു കൂട്ടായ്മ, അതിന് മാത്രമേ ഇങ്ങനെ മുന്നോട്ട് വരാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ രണ്ടാമതായി ഒരു ഹരിതസേന രൂപീകരിക്കും. ആ ഹരിതസേന കർഷകർക്കിടയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇസ്രായേൽ മോഡൽ കൃഷി രീതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. അതുവഴി തീർച്ചയായും നമ്മുടെ കാർഷിക രംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും. മൂന്നാമതായി നമ്മളൊരു സംരംഭക യൂണിയൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ആ സംരംഭക യൂണിയൻ എന്നത് ഈ നാട്ടിൽ ഞങ്ങൾ നടന്നു നോക്കിയപ്പോൾ ഇവിടെ ചെറുകിട വ്യവസായങ്ങൾ പലതുണ്ട്. പക്ഷെ അതൊക്കെ ഒരു കുടുംബത്തിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2-3 മാസം അതല്ലെങ്കിൽ ചെറിയ തുച്ഛമായ വരുമാനം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അത് പോരാ, ഈ സംരംഭകരെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കും. ഈ സംരംഭകരെ നമ്മൾ നമ്മുടെ ഇടയിൽ നമ്മളിലൂടെ ഈ നാടിന് പ്രസക്തരാക്കും. അങ്ങനെ ആ സംരംഭങ്ങളെ വലുതാക്കും. അതുപോലെ തന്നെ പ്രൊഫഷണലുകളായിട്ടുള്ള നമ്മളുടെ ഇടയിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, ആർക്കിടെക്ട്സ്, അഭിഭാഷകർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കാര്യങ്ങളിലേക്ക് വരുന്നവരുടെ പ്രൊഫഷണൽ എക്സ്റ്റാബ്ലിഷ്മെന്റിന് ഈ സംരംഭക യൂണിയൻ വേണ്ട പിന്തുണ നൽകും. അതെങ്ങനെയെന്നല്ലേ, ഒരു ഉദാഹരണത്തിന് നമ്മളുടെ ഇടയിൽ നിന്ന് ഒരു നല്ല ആർക്കിടെക്ട് ഉണ്ടായാൽ, നമ്മുടെ ഇടയിൽ നിന്ന് ഒരു നല്ല എഞ്ചിനീയർ ഉണ്ടായാൽ അത് നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ അവർ ചെയ്ത ജോലികൾ കൃത്യമായി നമ്മൾ ജനങ്ങളെ അറിയിക്കും. അതുവഴി അവർക്ക് മറ്റാളുകളുടെ ഇടയിൽ അവരുടെ വർക്കുകൾ കൊടുക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അവരുടെ എക്സ്റ്റാബ്ലിഷ്മെന്റിന് കാരണമാകും. അത് നമ്മുടെ പദ്ധതിയുടെ ഒരു ഘട്ടമാണ്. ഓർക്കുക, നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. നമ്മളുടെ ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ആളുകളെ നമ്മൾ എല്ലാ അർത്ഥത്തിലും കയറി വരാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കണം. അതുവഴി അവർക്ക് പണമുണ്ടായാൽ, അവർ അർഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം ഉണ്ടായാൽ, മുട്ടുചിറയിൽ നിന്നുള്ള ഒരാളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മുട്ടുചിറക്കാർക്കാണ് അതിന്റെ അഭിമാനം. അതുകൊണ്ട് നമ്മൾ കൂട്ടായി നിന്ന് സംരംഭക യൂണിയന് നമ്മൾ നേതൃത്വം കൊടുക്കും. നാലാമതായി നമ്മൾ യുവാക്കൾക്കായി ഒരു കായിക വേദി ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള ഈ നാട്ടിലെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നമുക്ക് ഒരു ഫുട്ബോൾ ടർഫും ക്രിക്കറ്റ് ടർഫും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായും നടപ്പാക്കാൻ പറ്റുന്നതിനൊപ്പം വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി പരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നിയമസഹായ വേദി എന്ന 5ാമത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ 2 വാർഡുകളിലും ഹൈക്കോടതിയിലും ജില്ലാ കോടതികളിലും മറ്റ് കോടതികളിലും ട്രൈബ്യൂണലുകളിലും പ്രാക്ടീസ് ചെയ്യുന്ന പ്രഗത്ഭരായ അഭിഭാഷകർ നമുക്കുണ്ട്. അവരുടെ സേവനം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തും. ആ നിയമസഹായ വേദി വഴി, മീഡിയേഷൻ സെന്റർ വഴി നമ്മൾ നമ്മുടെ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കും. നമ്മൾ നമ്മുടെ നിയമസഹായം അവിടെ സാധ്യമാക്കും. അതോടൊപ്പം ഭിന്നശേഷിക്കാരായ 6ാമത് ഐറ്റം, ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം സഹകരിക്കും. പ്രായമായവരുടെ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കും. നിലവിലുള്ള പരസ്പര ബന്ധത്തിലൂടെ മാനസിക ഉല്ലാസത്തിനും സ്വസ്ഥ ജീവിതത്തിനും കാരണമാക്കുന്ന പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും. അത് നിലവിലുള്ള സ്നേഹതീരം പോലെയുള്ള പദ്ധതികൾ, അതിന് നമ്മൾ പിന്തുണ നൽകും. പിന്നെ ചികിത്സാ ചെലവുകളിൽ നമ്മൾ ഇളവുകൾ നൽകാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഈ നാട്ടിലെ നമ്മൾ 2 വാർഡുകളിലും പോയി നടന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു സത്യം, ചികിത്സകൾക്ക് വേണ്ടി പണമില്ലാതെ വിഷമിക്കുന്ന പാവപ്പെട്ട ഒട്ടനവധി ആളുകളെ നമ്മൾ കണ്ടു. അവർ പലരും കൈനീട്ടി നമ്മുടെ വീടുകളിൽ എത്തുമ്പോൾ നമ്മൾ അവരെ ഒരു ധർമ്മക്കാരുടെ രീതിയിൽ കാണുന്ന രീതിയിലേക്ക് അവർ അധപ്പതിച്ച് ഇരിക്കുന്നു. എന്നാൽ അവർക്കൊരു കൈ സഹായം ചെയ്യാൻ കൂട്ടായ നമ്മുടെ യജ്ഞത്തിന്
കൂട്ടായ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു കോർപ്പസ് ഫണ്ട് നമ്മൾ രൂപീകരിക്കും. ആ ഫണ്ട് നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങളുടെയും ഈ നാട്ടിലെ സന്നദ്ധരായ ആളുകളെയും സംഘടിപ്പിച്ച് നമ്മൾ അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിനൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ നമ്മുടെ നാട്ടിലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ വഴി നമുക്ക് കൃത്യമായും അറിയാവുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സും മെഡിസിനും സപ്ലൈ ചെയ്യുന്ന വൻകിട വ്യവസായികളിൽ നിന്നും കുറഞ്ഞ റേറ്റിൽ മെഡിസിൻ നമ്മളുടെ തന്നെ വാർഡുകളിലെ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തിക്കും. അവർക്ക് സാധാരണയിൽ കിട്ടുന്ന അവരുടെ ഡിസ്കൗണ്ടിന് ശേഷം നമ്മുടെ പലിശയിൽ നിന്നുള്ള പണം ഇത്തരം ആളുകൾക്ക് നമ്മൾ നൽകുന്ന കാർഡുകൾ വഴി ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 100 രൂപയുടെ മെഡിസിൻ അവർക്ക് 60-70 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുക എന്ന് വെച്ചാൽ 30% കുറവ് കിട്ടുക എന്നത് ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയായി നമ്മൾ കാണുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ തീർച്ചയായും ചികിത്സാ ചെലവുകളിലെ ഇളവ് എന്ന ഹെഡിങ്ങിൽ നമ്മൾ ആളുകളോട് ചേർന്ന് നിൽക്കും. അതിന് നമ്മൾ നമ്മുടെ കൺവീനറായ ശ്രീ വർഗീസും ബാബു രാഘവൻ ഇടപ്പുറമ്പിലും നേതൃത്വം നൽകും. ഇത് ഓരോ ഹെഡിലും നമ്മൾ നേതൃത്വം നൽകുന്ന ആളുകളെ 7 കമ്മിറ്റികളെ നമ്മൾ ഈ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ കോളനികളിലെ നടപ്പു വഴികൾ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം, നമ്മൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ 2 വാർഡുകളിലുമുള്ള കോളനികളിലേക്ക് കയറിപ്പോകാൻ ഞാൻ പറയുന്നത് 15 അടിയോ 20 അടിയോ ഉള്ള ഹൈവേകളല്ല, മറിച്ച് 1 അടിയും 1.5 അടിയും 2 അടിയിൽ താഴെയും മാത്രം വീതിയുള്ള നടന്നു പോകാൻ നന്നേ ബുദ്ധിമുട്ടുന്ന കൈവരികളില്ലാത്ത ഒട്ടനവധി കൊച്ചു റോഡുകളുണ്ട്. ഒരു കല്ലിൽ നിന്നും മറ്റൊരു കല്ലിലേക്ക് കടന്നുപോയാൽ താഴോട്ട് വീഴുന്ന രീതിയിലുള്ള അത്തരം കുഞ്ഞ് ഇടവഴികളെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തും സ്റ്റെപ്പ് നിർമ്മിച്ചും അവർക്ക് യാത്രാ സൗകര്യങ്ങൾ പ്രാപ്യമാക്കും. ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണി സംവിധാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ കണ്ടിട്ടും കാണാതെ പോയ ഇത്തരം കുഞ്ഞു കാര്യങ്ങളാണ് ഈ വാർഡിന് ആവശ്യം. ഇത്തരം കുഞ്ഞു കാര്യങ്ങളാണ് ഈ വാർഡുകളിലെ ആളുകൾക്ക് ഇഷ്ടം. ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഈ നാട്ടിലെ വിവിധങ്ങളായ ആശുപത്രികളുമായി ചേർന്ന് നമ്മൾ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകളിലൂടെ രോഗനിർണയം നടത്തുന്നവരെ ഫ്രീ ആയി ചികിത്സിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആശുപത്രികളുമായി സംസാരിച്ച് നമ്മൾ ധാരണകളിലെത്തും. നമ്മൾക്കറിയാം, അടുത്തതായി നമ്മൾ ഉദ്ദേശിക്കുന്നത് 11ാമതായി നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി കൂട്ടായ്മയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും 40 വയസ്സിന് മേളിലുള്ളവർ, 50 വയസ്സിന് മേളിലുള്ളവർ നോക്കിയാൽ നമ്മൾ ഒരുപക്ഷെ പഠിച്ചത് കാഞ്ഞിരത്താനം സ്കൂളിലാവാം, മുട്ടിച്ചിറ സ്കൂളിലാകാം. നമ്മുടെ കാരണവന്മാരും അതേ സ്കൂളിൽ നിന്ന് പഠിച്ചു. നമ്മൾ മക്കളായി ആ സ്കൂളുകളിൽ പഠിച്ചു. നമ്മളുടെ അനുജന്മാർ നമുക്കൊപ്പം പഠിച്ചവർക്കൊപ്പം പഠിച്ചു. അങ്ങനെ ഈ നാടിന്റെ ദൃഢമായ ഒരു കെട്ടുറപ്പ്, ഈ നാടിന്റെ ദൃഢമായ ഒരു ആത്മബന്ധം നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ കാലമാണ്. ഇന്ന് 10 വീടുകൾ എടുത്താൽ 10 വീടുകളിലെ വിദ്യാർത്ഥികളും 10 സ്കൂളുകളിലേക്ക് പോകുന്നത് വഴി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം കാണാനോ പരസ്പരം കേൾക്കാനോ പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിക്കാനോ പറ്റാതെ ബോംബെയിലെ പട്ടണത്തിൽ കഴിയുന്നത് പോലെ നമ്മൾ ആർക്കും അപ്രാപ്യമല്ലാത്ത നിലയിൽ ഗേറ്റുകൾക്കുള്ളിൽ കഴിയുന്ന ആ അവസ്ഥയിൽ നിന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ മോചിപ്പിക്കും. അതാണ് കുട്ടികളുടെ വിദ്യാർത്ഥി കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്കായി നമ്മൾ കരിയർ ഗൈഡൻസ് കോഴ്സുകൾ നടത്തും. സ്കൗട്ട് ഗൈഡ് മോഡലിൽ നമ്മൾ അവർക്ക് വേണ്ടി ക്യാമ്പുകൾ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ ഐക്യവും സമൃദ്ധമായ കൂട്ടായ്മയും ജാതി മത വർഗ പരിഗണനകൾക്ക് അതീതമായി ഈ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നത് വഴി നമുക്ക് തീർച്ചയായും നേർമയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അത് നമ്മുടെ സവിത പ്രദീപ് കണ്ടമലയിൽ, മഞ്ജുമോൾ മാത്യു പുല്ലംകുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിൽ 7 അംഗ സമിതി സ്ഥാപിച്ച് നമ്മൾ മുന്നോട്ട് പോകും. വാർഡ് കാർണിവൽ നമ്മൾ സംഘടിപ്പിക്കും. അടുത്തു വരുന്ന വർഷങ്ങളിൽ, ഒന്നിടവിട്ട വർഷങ്ങളിൽ നമ്മൾ ഓണം, ക്രിസ്മസ്, സ്വാതന്ത്ര്യദിനം എന്നീ ചടങ്ങുകളോടനുബന്ധിച്ച് ഇത്തരം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആളുകളുടെ പ്രാദേശിക സംഗമം കാർണിവലായി നടത്തും. ഇങ്ങനെ നടത്തുന്നത് വഴി നമുക്ക് മറ്റുള്ള ആളുകളും പരസ്പരം ബന്ധപ്പെടുന്നതിനും പരസ്പരം ഒന്നായി ചേരുന്നതിനും ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് സാഹചര്യമുണ്ടാവും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് സിബി ജോസഫ് കാലാക്കൽ, വിൻസെന്റ് ജോസഫ് ചിറയിൽ
എന്നീ സംയുക്ത സമരസമിതിയുടെ നേതാക്കൾ അതിന് അണിചേരും. അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഇത്തരം പരിപാടികൾ ചെയ്യും. സേവനവാരം എന്ന പദ്ധതി പണ്ടേ ഉപേക്ഷിച്ചു പോയി. എന്നാൽ നമ്മളത് പുനർനിർമ്മിക്കും. അത് പുനർനിർമ്മിക്കുന്നത് വഴി ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ നമ്മുടെ നാടിന്റെ ഇഴയെടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ മാർഗത്തിലൂടെ നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മുടെ വൃത്തിയുള്ള സാമൂഹിക സംരക്ഷണത്തിന് വേണ്ടി, സാമൂഹിക സ്ഥിതിക്ക് വേണ്ടി കാടുപിടിച്ച കനാലുകളും കാടുപിടിച്ച വഴിയോരങ്ങളും നമ്മൾ വൃത്തിയാക്കും. അതിന് നമ്മൾ ഒരാളുടെ അടുത്തും പണത്തിനായി കൈനീട്ടില്ല. അത് നമ്മുടെ ശ്രമദാനമായി നമ്മൾ ചെയ്യും. നമുക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. കാരണം നമുക്കുള്ളതുപോലെ ഒരു സംഘബലം, നമുക്കുള്ള പോലെയുള്ള ഒരു വളരെ ആർദ്രമായ, വളരെ ദൃഢമായ ആത്മബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മ മറ്റൊരു സംവിധാനത്തിനും 8ഉം 9ഉം വാർഡുകളിൽ ഇല്ല. നമുക്ക് ചെയ്യാം ഇത്. പിന്നെ നമ്മൾ 14ാമതായി ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് വരുന്നവർക്കായി സ്വാഗതം എന്ന ഹെഡിൽ നമ്മുടെ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് വരുന്നവർ, പല ആളുകൾ നമ്മുടെ നാട്ടിൽ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുമ്പോൾ അവരെന്നും അന്യതാബോധത്തോടുകൂടി നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായി ഗേറ്റിനുള്ളിൽ, മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആ പ്രവണത മാറണം. അവരെ നമ്മൾ നമ്മുടെ ഈ മേൽ വിവരിച്ച പല പരിപാടികളിലുമുള്ള വാർഡ് കാർണിവലിലൂടെ, വാർഡ് സാംസ്കാരിക പരിപാടികളിലൂടെ, നമ്മുടെ സേവന വാരത്തിലൂടെ, നമ്മുടെ സംരംഭക യൂണിയനിലൂടെ, നമ്മുടെ മെഡിക്കൽ ക്യാമ്പിലൂടെ, നമ്മളുടെ വിദ്യാർത്ഥി കൂട്ടായ്മയിലൂടെ, കോളനികളിലെ നടപടിപ്പുകൾ ഉണ്ടാക്കുന്നതിലൂടെ, ചികിത്സാ ചെലവുകളിലെ ഇളവ് നൽകുന്നതിലൂടെ, ഭിന്നശേഷിക്കാരെ കൂട്ടി ചേർത്ത് നിർത്തുന്നവരിലൂടെ, പ്രായമായവരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നവരിലൂടെ, നിർമ്മാണ സേനയിലൂടെ, ഹരിത സേനയിലൂടെ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ നാടിന്റെ ഭാഗമാക്കി അവരെ മാറ്റും. ഈ നാടിനു വേണ്ടി കരുത്തുറ്റ ഒരു സംസ്കാരത്തെ, ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഈ സംസ്കാരത്തെ നമ്മൾ നിലനിർത്തും. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കും. അങ്ങനെ പുറത്തു നിന്നുള്ളവരെ സ്വാഗതം ചെയ്യുകയും അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. പിന്നെ പെൻഷൻ കാര്യത്തിൽ വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയ പെൻഷൻ ലഭ്യമാകുന്നതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പോയപ്പോൾ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ കിട്ടാതെ പോകുന്നത് കൃത്യമായി അവർക്ക് കൃത്യമായ കാര്യങ്ങൾ ശരിയായ നിലയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്, ശരിയായ വഴികളിലൂടെ അവർ പോകാത്തത് കൊണ്ടാണ്. അതിനുവേണ്ട എല്ലാ പിന്തുണയും നമ്മൾ നൽകും. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ വാർഡിലെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അനുവദിച്ചു കിട്ടുന്ന വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളിൽ അർഹരായവരെ മുഖം നോക്കാതെ നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. സുസജ്ജമായ കൂട്ടായ്മ നമ്മൾ നിലനിർത്തും. അതുപോലെ അതിനുവേണ്ടി നമുക്ക് പ്രഗത്ഭരായ ട്രെയിനേഴ്സ് ഉണ്ട്. നമ്മുടെ വാർഡിൽ നിന്നുള്ള ജോൺ കുര്യൻ മുടക്കേക്കുര, ദിലീപ് കൈതക്കൽ, അഡ്വക്കേറ്റ് അശ്വതി റോയ് മുതലായ ആളുകളുടെ നേതൃത്വത്തിൽ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായി വ്യക്തിയാധിഷ്ഠിതമായ നേതൃത്വം ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ജനകീയ മുന്നണി വെറും ഒരു വ്യക്തി സ്വതന്ത്രനായി മത്സരിക്കുന്നതല്ല, മറിച്ച് ഒരു സംവിധാനത്തിന്റെ ഭാഗമായി 8ഉം 9ഉം വാർഡുകളിലെ ഏറ്റവും ശക്തമായ ജനകീയ സംവിധാനമാണ് നമ്മൾ. ഇവിടെയുള്ള രാഷ്ട്രീയ മുന്നണികൾക്കപ്പുറം, ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കപ്പുറം നമ്മൾ ശക്തരാണ്, നമ്മൾ സുസജ്ജരാണ്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന സമരം. ഇത്രമാത്രം ശക്തമായ നിലയിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് പറ്റിയില്ല, ഈ നാട്ടിലെ രാഷ്ട്രീയ മുന്നണികൾക്ക് പറ്റിയില്ല, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പറ്റിയില്ല. ആ വിടവ് നികത്തിയത് നമ്മളാണെങ്കിൽ നമുക്കിനിയും പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് മണം പോയാലും നമ്മൾ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ശക്തി